എന്റെ മുഖത്തടിച്ച പോലെ തന്നെയാ അത്. അവളുടെ കല്യാണം നടന്നാലും കൊള്ളാം, നടന്നില്ലെങ്കിലും കൊള്ളാം. ഇനി എനിക്ക് അവളായിട്ട് ഒരു ബന്ധവുമില്ല. ശോഭെ, ഇക്കാര്യത്തിൽ വാശി കാണിക്കരുത്. അവളൊരു വിവരമില്ലാത്ത പെണ്ണാ. പണം കൊടുക്കാന്ന് നമ്മൾ വാക്ക് പറഞ്ഞതാ. ബുധനാഴ്ച സ്വർണ്ണം എടുക്കാന്ന് ഏട്ടൻ പറഞ്ഞു വിടുകയും ചെയ്തു. പറഞ്ഞു വിട്ടെങ്കിൽ എടുക്കട്ടെ. അവൾക്ക് കല്യാണമല്ലല്ലോ വലുത്, വല്യേട്ടനല്ലേ. വല്യേട്ടൻ നടത്തി കൊടുക്കട്ടെ. എനിക്ക് എന്റെ അച്ഛൻ തന്ന പണമാ, അതെന്റെ ആവശ്യങ്ങൾക്കാ. അതെല്ലാം നിങ്ങളുടെ അനിയത്തിയുടെ കല്യാണം നടത്താനല്ല. ഇത് ചതിയാണ്. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അന്ന് പറയണം, അല്ലാണ്ട് ഈ അവസാന നിമിഷത്തിലല്ല. കൊടുക്കാന്ന് പറഞ്ഞതേ എന്റെ സൗജന്യാണ്, അല്ലെങ്കിൽ ദയ. അത് വേണ്ടാത്തവർക്ക് ഞാൻ കൊടുക്കണോ? നീ എന്നിട്ട് കുരങ്ങെളുപ്പിക്കാണല്ലേ? അങ്ങനെ ആയതുകൊണ്ടല്ലേ കളിക്കണേ. സഹിക്കുന്നതിന് അതിലുണ്ട്. പണം, അന്തസ്സും വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. മനസാക്ഷി വേണോടി, മനസാക്ഷി. ഓ, മനസാക്ഷിയുള്ള ആള്. മോഹിച്ച പെണ്ണിന് പുറംകാലം കൊണ്ട് തട്ടിയിട്ട് എന്റെ അച്ഛന്റെ പണവും അന്തസ്സും കണ്ട് വാലാട്ടി നിന്നത് മനസാക്ഷിയുള്ളതുകൊണ്ടാണല്ലോ. എന്നോടുള്ള വെറുപ്പൊക്കെ മാറിയോ? വെറുപ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ബഹുമാനം തോന്നുന്നു. ഈ പണവും പ്രതാപവും കണ്ട് മറ്റുള്ളവർ തരുന്ന ബഹുമാനമല്ല, അതിനെല്ലാം അപ്പുറം ബഹുമാനിക്കപ്പെടേണ്ട എന്തോന്ന് നിങ്ങളിലുണ്ട്. എന്താണത്? എത്ര ഭംഗിയായാണ് നിങ്ങളൊരാളെ സ്നേഹിക്കുന്നത്. ഞാൻ തമാശ പറഞ്ഞല്ലോ കേട്ടോ. അങ്ങേർക്കും ഈ വട്ട് തുടങ്ങിയെന്നാ തോന്നണേ. നമ്മുടെ കാര്യം വേഗം അണ്ണനെ അറിയിച്ചില്ലെങ്കിൽ കുഴപ്പാവും. ഞാൻ അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട്, നിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. മറുപടി വന്നിട്ട് വേണം നിന്റെ അണ്ണന്റെ മുമ്പിൽ ഒന്ന് ചോദിക്കാൻ. എടോ മല കയറി പാർത്ത തന്റെ മരം കയറി പെങ്ങൾ എനിക്ക് കെട്ടിച്ചു തരുമെന്ന്. അമ്മയ്ക്കെന്നെ ഇഷ്ടാവോ? അമ്മ നിന്റെ ഫോട്ടോ കണ്ട് മറുപടിക്ക് വരെ ഇങ്ങ് പോന്നേക്കൊന്നും എന്റെ പേടി. എന്തിനാ കാണണോന്ന് പറഞ്ഞത്? അയ്യോ, എനിക്കല്ല, എന്റെ അമ്മയ്ക്കാ ഡോക്ടറെ കാണേണ്ടത്. കൂട്ടിട്ട് വരാമോന്ന് ചോദിച്ചു. അത് തന്നെ. എന്തിനാ? അതെനിക്കറിയില്ല. ഒരുപക്ഷെ ഇതെന്റെ മകളാണ്, കല്യാണം കഴിക്കുമെന്ന് ചോദിക്കാനായിരിക്കും. ചെലപ്പോ ആയിരിക്കും. അപ്പോ ഞാനങ്ങ് വന്ന് കെട്ടണോ? അതെ. ഈ മായാവിനോദ് എനിക്കെന്താ പലപ്പോഴും പല സ്വഭാവം? വട്ടുണ്ടോ?